എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് ശശി തരൂരിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ചത് ആരാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് കോൺഗ്രസ് ആണ്. വലിയ എഫർട്ടൊന്നും എടുക്കാതെ തന്നെ അങ്ങനെ ഞാൻ പറയാൻ കാരണം എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളോ കാര്യങ്ങളോ കോൺഗ്രസിൻ്റെതായി കണ്ടില്ല, UDFിൻ്റെതായി കണ്ടില്ല. കൂടുതലും LDF അതുപോലെ BJP ഒക്കെ ആയിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ എഫർട്ട് ഇട്ടുള്ള പാർട്ടികൾ പോലും കോൺഗ്രസിൻ്റെ അത്രയും നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല. കോൺഗ്രസ് നല്ല രീതിയിൽ തന്നെ ഈ ഇലക്ഷനിൽ വലിയൊരു നേട്ടം കൈവരിച്ചു. അങ്ങനെയുള്ള ഒരു കോൺഗ്രസിനെ തിരിച്ചടിയായേക്കാവുന്ന ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല, കുറച്ചധികം കാലമായി നടക്കുന്ന ഒരു ചർച്ച തന്നെയാണ്. വേറെ ഒന്നുമല്ല, ശശി തരൂർ BJPയിലേക്ക് പോകുമോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ശരിയാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ശശി തരൂർ ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം ഒരു ലോക പൗരൻ എന്നൊക്കെ വിളിക്കാവുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും മികച്ച നേതാക്കളിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു നേതാവ് തന്നെയാണ് ഈ ശശി തരൂർ എന്ന് പറയുന്ന ആൾ. അതിലൊരു തർക്കവും മാർക്കും ഉണ്ടാകില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ശരിയല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ എന്നോട് എതിർത്ത് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. എന്നെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കാതെ നല്ല രീതിയിലൊക്കെ സംസാരിക്കാം. എങ്കിലും ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ ശശി തരൂരാണ് അങ്ങനെ ഒരു ലോക പൗരനായ കോൺഗ്രസിന്റെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ നേതാവെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കോൺഗ്രസ് എങ്ങാനും UDF എങ്ങാനും കേന്ദ്രഭരണത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നയതന്ത്രപരമായി, അതായത് പല രാജ്യങ്ങളിലെ ആളുകളോടും എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കാനും നയതന്ത്രപരമായ പല കാര്യങ്ങളിലും ഇടപെടാനും സാധിക്കുന്ന അല്ലെങ്കിൽ കഴിയുന്ന വലിയൊരു നേതാക്കളിൽ ഒരാളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോക പൗരൻ തന്നെയാണ്. UN-ലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പരിചയവും അനുഭവ സമ്പത്തൊക്കെ അദ്ദേഹത്തിനുണ്ട്. നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വലിയൊരു നേതാവ് തന്നെയാണ് അദ്ദേഹം. ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ ആൻഡ് ഇറ ഓഫ് ഡാർക്ക്നെസ് തുടങ്ങിയ ബെസ്റ്റ് സെല്ലറായ 25-ലധികം പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. അതും നമ്മൾ മറക്കരുത്. അതായത് നല്ല രീതിയിലുള്ള കൃതികൾ എഴുതാനുള്ള കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. അതായത് എല്ലാ രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ കോൺഗ്രസിന് നഷ്ടമാവുകയാണെങ്കിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയോളം തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന ശശി തരൂർ. രാഹുൽ ഗാന്ധിയെയും അതുപോലെ ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിൽ മികച്ചു നിൽക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പലപ്പോഴുള്ള നിലപാടുകൾ തന്നെയാണ്. അത് നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇതിനൊക്കെ വഴിവെരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കൂടുതലായി ചർച്ച ചെയ്യാം. ആ ചർച്ചയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ ശ്രമിക്കാം. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് അനുഭവം കോൺഗ്രസിൻ്റെ എന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തകർന്നടിഞ്ഞപ്പോഴും, അദ്ദേഹം എന്ന് പറയുന്നത് കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോഴും നമ്മുടെ ശശി തരൂർ മാത്രം ഹാട്രിക് വിജയം നേടി തിരുവനന്തപുരത്ത് വിജയിച്ച് കയറിയ ഒരാളാണ്. അത് നമുക്ക് മറക്കാനാവാത്ത ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴായി ചിന്തിച്ചിട്ടുണ്ട്. BJPയിലെ ശക്തമായ നേതാക്കളായിരുന്നു ആ സമയത്ത് ശശി തരൂരിനെ 2ാം സ്ഥാനത്തേക്ക്, ശശി തരൂർ 1ാം സ്ഥാനത്തും BJPയിലെ പല നേതാക്കളുമാണ് ശശി തരൂരിന് താഴെയായിട്ട് വന്നിട്ടുള്ളത്. തിരുവനന്തപുരം പലപ്പോഴായി അദ്ദേഹത്തിനെ കൈവിടാതെ സൂക്ഷിച്ചു നിർത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിൻ്റെ ഒപ്പം എന്ന് മാത്രമല്ല കേരളത്തിൽ എവിടെ നിർത്തിയാലും വലിയ വിജയം നേടാൻ സാധ്യതയുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. അതുപോലെ ഒരു തിരുത്തൽവാദി എന്ന നിലയിലും അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം കോൺഗ്രസിൽ തന്നെ പലപ്പോഴായി നേതൃമാറ്റം വേണം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരാൾ തന്നെയാണ്. ഒരു തിരുത്തൽവാദിയായിട്ട് അദ്ദേഹത്തിനെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. കോൺഗ്രസിൽ അധികം ആരും ചെയ്യാത്ത ഒരു ധൈര്യം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പാനലിനെ ഒരുപക്ഷെ വെല്ലുവിളിച്ച് എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ അദ്ദേഹം മല്ലികാർജുനൻ ഖാർഗെക്കെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട്. പാർട്ടി ഹൈക്കമാൻഡ് എതിർത്തിട്ടും 1000-ലധികം വോട്ടുകൾ നേടിയാണ് അദ്ദേഹം മത്സരിച്ചത്. പിന്നെ ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അതുപോലെ KPCC പ്രസിഡന്റ് അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധമാണോ തരൂരിനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയുന്നതായിരിക്കും ചിലപ്പോൾ ശരിയായിട്ട് വരിക. അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നേതാക്കളുടെ ഇടയിൽ തന്നെ കോൺഗ്രസിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും അവർ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സൂചന മാത്രം തരുന്നത്. പലപ്പോഴായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ശശി തരൂരും അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് അതുപോലെ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിട്ട് നമുക്ക്
എന്താ പറയുക, ശശി തരൂരിന് അത്ര അടുപ്പമുണ്ടോ എന്നുള്ള കാര്യം സംശയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയൊരു പെർഫോമർ ആയിട്ട് തന്നെ പലപ്പോഴായിട്ട് മുഖ്യമന്ത്രി ആകണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ആ സമയത്തൊക്കെ കോൺഗ്രസിലെ പല നേതാക്കളും മുതിർന്ന നേതാക്കളും പരിഹസിച്ചതുപോലെയൊക്കെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടം തന്നെ അതാണ്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ സ്ഥാനം എവിടെയാണ് ഇരിക്കേണ്ടത്, എവിടെയാണ് അലങ്കരിക്കേണ്ടത് എന്നുള്ളതൊക്കെ. അത്രയും നല്ല രീതിയിലുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉള്ള ആളായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ നല്ല ബോധ്യമുണ്ട് എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. കോൺഗ്രസിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു മുഖ്യമന്ത്രി അടുത്ത ഒരു ഭരണം കോൺഗ്രസിന് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ആണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു ഫലമൊക്കെ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം കോൺഗ്രസിനാവുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശശി തരൂർ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ വടക്കൻ കേരളത്തിലുള്ള അദ്ദേഹത്തിന്റെ പര്യടന സമയത്ത് അദ്ദേഹത്തിനൊരു വിലക്കൊക്കെ നേരിടേണ്ടി വന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ പല രീതിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ കൂട്ടി വായിക്കുമ്പോഴാണ് പലരും അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. വേറെയും പല കാര്യങ്ങൾ അദ്ദേഹം BJP-യോട് എടുത്തിട്ടുള്ള BJP-യുടെ നയങ്ങളോട് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ പൊതുവെ കമന്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്വച്ഛ് ഭാരത് അംബാസഡർ ആയിട്ട് ശശി തരൂർ വന്നിട്ടുള്ള കാര്യം 2014 മോദിജി നേരിട്ട് വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം അത് സ്വീകരിച്ചു. പാർട്ടിയുടെ വിലക്കുണ്ടായിട്ട് പോലും അത് സ്വീകരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് നല്ല രീതിയിൽ വൈറലായതായിരുന്നു. അതും ഒരു കാരണമായിട്ട് ഈ പറയുന്ന ആളുകൾ, പാപ്പരാസികൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വലിയ നിലപാടുകൾ പല സമയത്തായിട്ട് ശശി തരൂർ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന രീതിയിലാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യാറുള്ളത്. അതായത് മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ എന്താ പറയുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ മാത്രമേ വിമർശനങ്ങൾക്ക് വിലയുണ്ടാകൂ എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് നല്ല രീതിയിലുണ്ട്. അതുപോലെ വേറൊരു കാര്യമാണ് G20 ഉച്ചകോടിയെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പുകഴ്ത്തി. അത് നല്ല വലിയൊരു നയതന്ത്ര വിജയമാണെന്ന് അദ്ദേഹം വാനോളം പുകഴ്ത്തിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഉക്രൈൻ യുദ്ധത്തിലും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നമ്മുടെ മോദി സർക്കാർ എടുത്ത ആ ഒരു തീരുമാനങ്ങൾ വളരെ ശരിയാണെന്ന് തരൂർ പിന്നീട് സമ്മതിച്ചായിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാം. ഈ അടുത്ത് ഉണ്ടായ ഒരു കാര്യം പറയുകയാണെങ്കിൽ നവംബർ 2025 മോദി പറഞ്ഞ ആ ഒരു കാര്യമുണ്ടല്ലോ, അതായത് അടിബത്ത മനോഭാവം മാറണം എന്നുള്ള ഒരു കാര്യം, അതിനെ പൂർണ്ണമായിട്ടും തരൂർ പിന്തുണച്ച കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. എങ്കിലും അങ്ങനെ പല കാര്യങ്ങളിലും നമ്മുടെ തരൂർ പല നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് കോൺഗ്രസിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിലപാടിനോട് യോജിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പലരും ഇങ്ങനെയുള്ള സംസാരങ്ങളിലേക്ക് കടന്നത്. അതുപോലെ രാഹുൽ ഗാന്ധിയെ ആക്രമിക്കുന്ന പോലെ BJP നേതാക്കളൊന്നും ശശി തരൂരിനെ ആക്രമിച്ചതായിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതും ഒരു കാരണം തന്നെയാണ്. ഇനി കുറച്ച് സാമ്യങ്ങൾ നമുക്ക് നോക്കാം. തരൂരിൻ്റെതായിട്ടുള്ള നിലപാടുകൾ നമ്മൾ നോക്കി. ഇനി തരൂരിൻ്റെ നമുക്ക് കുറച്ച് BJP-യുമായി ചേർന്ന് പോകുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിൽ ആദ്യത്തേത് ബ്രിട്ടീഷ് നയങ്ങളുമായിട്ടുള്ള എതിർപ്പ്, BJP-യുടെ എതിർപ്പ് ശശി തരൂരിൻ്റെ നയങ്ങളോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് NSS നേതൃത്വവുമായി വലിയ ബന്ധമുള്ള ഒരാൾ തന്നെയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ BJP-യിലേക്ക് ശശി തരൂർ പോവുകയാണെങ്കിൽ നായർ വോട്ട് ബാങ്കൊക്കെ അവർക്ക് ഈസിയായി പുഷ്പം പോലെ എടുക്കാമെന്നുള്ളൊരു കാര്യവും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ പ്രായം കണ്ടാൽ, ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ലെങ്കിൽ പോലും ഏകദേശം 69 വയസ്സ് ശശി തരൂറിന് പ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള അധികാരം ലഭിക്കുകയാണെങ്കിൽ നാടിനെ നല്ല രീതിയിൽ സേവിക്കാൻ ഒരു അനുഗ്രഹം പോലെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് നമുക്ക് പ്രതീക്ഷിക്കാമെന്നല്ല, അദ്ദേഹത്തിന് അതിനുള്ള ഒരു ആഗ്രഹം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് കേരളത്തിൽ ഒരു വലിയ അധികാരം അദ്ദേഹത്തിന് കൊടുക്കാമെന്നല്ലാതെ കേന്ദ്ര ഒരു മന്ത്രിസഭയിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കിട്ടണമെങ്കിൽ BJP-യിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. പക്ഷെ പോകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഇവിടെ ഡൗട്ടായി തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ വളരെ നല്ല രീതിയിൽ തന്നെ ഇലക്ഷനിലൊക്കെ പ്രകടനം കാഴ്ചവെക്കുന്ന, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അവിടെയൊക്കെ പ്രകടനം കാഴ്ചവെക്കുന്ന നമ്മുടെ ശശി തരൂർ എന്തായാലും ഇനി സുരേഷ് ഗോപി ഇവിടെ വിജയിച്ച പോലെ തന്നെ വളരെ അനായാസമായി തന്നെ BJP-യിൽ നിന്നുകൊണ്ട് പിന്നെ വിജയിക്കാൻ സാധ്യതയുള്ള ഒരാളാണ്. അതൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ BJP-യിലേക്ക് വളരെ ആകർഷനായി പോകാൻ സാധ്യതയുള്ള ഒരാളാണ്. പക്ഷേ പലപ്പോഴായി ശശി തരൂർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, തനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയം വിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയം ഇല്ല എന്നുള്ള രീതിയിലുള്ള പല വാക്കുകളും, അല്ലെങ്കിൽ BJP-യിലേക്ക് പോകുമോ എന്നുള്ള കാര്യം ഒക്കെ വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞിട്ടുള്ളത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും നിലപാടുകളുടെ രാജകുമാരനായിട്ട് നമുക്ക് തോന്നാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി വിട്ട് അദ്ദേഹം വേറൊരിടത്തിലേക്കും പോകുക
പോകില്ല എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പലതവണ കോൺഗ്രസിൻ്റെ MP ആയി വന്ന ആളാണ്. പല തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും വളരെ കഴിവുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം വലിയ നേട്ടങ്ങൾ ഇവിടെ ഒരുപക്ഷെ നമ്മുടെ നാടിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയി വരാൻ അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ UDF ആണ് മുന്നണിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹം BJPയിലേക്കോ അങ്ങനെ മറ്റു പാർട്ടിയിലേക്കൊന്നും പോകേണ്ടതില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ UDFൽ നിന്നുകൊണ്ട് തന്നെ വലിയ നേട്ടം കൈവരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹം വേറെ ഒരുത്തിലേക്കും മനുഷ്യൻ്റെ കാര്യമാണ് പറയാൻ പറ്റില്ല എങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകില്ല. കാരണം ഇത്രയും വലിയൊരാൾ, ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലെ ഏറ്റവും വലിയ നല്ല നേതാക്കൾ 2 പേരാണ് എൻ്റെ കണ്ണിലുള്ളത്. ഒന്ന് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ രണ്ടാമതാണ് ഈ ശശി തരൂർ എന്ന് പറയുന്ന ആ ലോക പൗരൻ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി ആയാലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ എനിക്കിഷ്ടമെന്ന് നേതൃപാടവത്തിൻ്റെ കാര്യത്തിലല്ല ഞാൻ അദ്ദേഹത്തിനെ പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനെ നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഉള്ളിലൊരു വിഷനുള്ള ഒരാളായിട്ടാണ് എനിക്ക് പലപ്പോഴും രാഹുൽ ഗാന്ധി. ഇന്ത്യയെ വലിയ രീതിയിലേക്ക് മാറ്റം മതമൗലികവാദികളുടെ സഹായമില്ലാതെ തന്നെ നല്ല രീതിയിലുള്ള മാറ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ, ഒരു ലെഫ്റ്റ് ചിന്താഗതി, ഒരു വിപ്ലവകരമായ മാറ്റം ഇന്ത്യക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അതുപോലെ തന്നെയാണ് ശശി തരൂരും വളരെ വലിയ രീതിയിൽ അങ്ങനെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ BJPയിലായാലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലായാലും വലിയ വലിയ നേതാക്കൾ, നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന നേതൃപാടവമുള്ള വളരെ വലിയ നേതാക്കളുള്ള പാർട്ടികളാണ്. പക്ഷേ അപ്പോഴും നമ്മൾ കോൺഗ്രസിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ, UDFൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു നേതാവ് ഉണ്ടോ? അതായത് വഴക്ക് കാര്യങ്ങളൊന്നും ഇല്ലാതെ വായ തോന്നി നോക്കി വിളിച്ചു പറയുന്ന നേതാക്കളല്ലാതെ ഒരു നല്ല ഒരു എന്താ പറയുക അത്രയും പെർഫോം ചെയ്യുന്ന അത്രയും കഴിവുകളുള്ള നേതാക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ശശി തരൂരും അതുപോലെ രാഹുൽ ഗാന്ധിയും തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു രാഷ്ട്രീയ അനലൈസ് വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.